ഹലോ നമസ്കാരം. സമാധാന പുസ്തകം ബുക്ക് ഓഫ് പീസ് എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിലെ കുറച്ച് ആക്ടേഴ്സ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത്. സോ വെൽക്കം ടു സെല്ലുലോയിഡ്. സോ സമാധാന പുസ്തകത്തിൻ്റെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സാണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. സോ സിജുചേട്ടനുണ്ട്. ഈ മുഖം ഇത് യോഹൻ ആരാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ സ്വന്തം ലിയോണ ചേച്ചിയുണ്ട് ആൻഡ് ശ്രീലക്ഷ്മി ഈസ് ദേർ. സോ എല്ലാവർക്കും സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു 3 years ago ആ ഒരു ഇനീഷ്യൽ ടൈമിൽ ഇൻ്റർവ്യൂ എടുത്ത ഹീറോസിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹീറോ ആട്ടോ സിജുചേട്ടൻ. സിജുചേട്ടൻ അന്ന് കാണുമ്പോൾ സിജുചേട്ടൻ ഞാൻ ഭയങ്കര ഗൗരവത്തിലാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുക. ഞാൻ ഭയങ്കര പേടിച്ച സിജുചേട്ടൻ ഇന്റർവ്യൂ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പേടി മാറിയോ? ഇല്ല, ഇപ്പോഴും പേടിയാ? ചെറിയ പേടിയുണ്ട്. ലുക്കിന്റെ അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പം അതൊരു മാഷായിട്ടാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോ സിജുചേട്ടൻ ഉണ്ടായിരുന്നത്. മാഷല്ലേ? ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോ ഓർത്തത് ഓക്കെ മാഷാണ്, കുട്ടികളെ നന്നാക്കാൻ വരുന്ന ഒരു മാഷിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. 2001 കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നോ ഇന്റർനെറ്റ്, നോ VPN എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ വാട്ട് ഇസ് ദ ഫിലിം ഓൾ അബൌട്ട്? സമാധാന പുസ്തകം എഴുതിയിട്ട് ബുക്ക് ഓഫ് പീസ് എന്താണ് സംഭവം? വായിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്ന പുസ്തകം. സമാധാന പുസ്തകം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണ് ആ കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത ഈ ഒരു ബുക്ക് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഒരു ഫണ്ണാവുമല്ലോ അങ്ങനെ പറയുമ്പോ തന്നെ. അത് വരുന്ന ആ കാലഘട്ടത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കയ്യിലേക്ക് എത്താനും കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നൊസ്റ്റാൾജിയ പരിപാടി കിട്ടുന്ന സിനിമയാണ്. ഇന്ന് എല്ലാവരുടെയും കൈകളിൽ തന്നെ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ഫോണിലുണ്ട്, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കിട്ടും. ഇപ്പൊ വരെ വരാൻ പോവല്ലേ, അപ്പൊ പിന്നെ ലൈക് എവറിത്തിങ് ആ ഒരു ഫിംഗർ ടാപ്പിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് 2001 പശ്ചാത്തലത്തിലുള്ള ഒരു സ്കൂളും കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്നും ഡെഫിനറ്റ്ലി ആ സമയത്ത് ചെറിയ 2001 ഞങ്ങൾ ഈ മൂവി മീൻസ് ഷൂട്ടിംഗ് ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ആ സമയത്ത് ചെറിയ കുട്ടികളായിരിക്കുന്നത്. അതായത് നമുക്കൊന്നും ഞാൻ 1 വയസ്സേ ഉള്ളൂ, കുഞ്ഞു കൊച്ച്, അറിയേയില്ലല്ലോ. അപ്പം നിങ്ങളൊക്കെ മേ ബി ആ 90s കിഡ്സ് എന്നൊക്കെ ശരിക്കും സിജുചേട്ടനൊക്കെ വിളിക്കാൻ പറ്റും. അപ്പം ആ ഒരു സമയത്ത് ഈ ഇന്റർനെറ്റും VPN ഒന്നും ഇല്ലാത്ത സമയം ഒരു പക്ക 90s കിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിജുചേട്ടനെ വിളിക്കാവുന്നതാണ് അല്ലേ സിജുചേട്ടാ? വിളിച്ചോ. അപ്പം എന്തായാലും അന്നുണ്ടായിരുന്ന ആ ഒരു ലിഷ ടൈമൊക്കെ സിജുചേട്ടൻ എങ്ങനെയാണ് ചെലവഴിച്ചത്? ഞങ്ങൾക്ക് ഇന്ന് ഇൻസ്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് സമയം പോകുന്നത് ഇതിലാണ്. പക്ഷെ ഞാൻ ഇതുപോലെ സിനിമ കാണും, ബാലമംഗളം, ബാലരമ, കളിക്കൊടുക്ക അതുപോലത്തെ പുസ്തകം, സമാധാന പുസ്തകം, സിനിമ, പിന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഫുൾ ടൈം ഗ്രൗണ്ടും അതൊക്കെയാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ ഒരു ടോട്ടൽ സെറ്റപ്പും സിജുചേട്ടനെ കൂടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ എന്റെ മനസ്സൊന്ന് പ്രേമത്തിലേക്ക്, നിങ്ങളുടെ ആ ഒരു സ്കൂൾ കാലം കാണിക്കുന്നില്ലേ, ആ ഒരു ഇതിനകത്തേക്ക് ശംഭു അതിനകത്തുണ്ട്. ശംഭു അതിനകത്ത് പറയുന്നുണ്ട്, ശംഭു പുസ്തകം എടുത്ത് മടക്കി വെക്കുന്നുണ്ട്. അതില് സമാധാന പുസ്തകം എടുത്ത് ശംഭു മടക്കി വെക്കുന്നുണ്ട്. ഇതൊരു കോമൺ സാധനമായിരുന്നു അല്ലേ? അതെ, ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവിച്ചേക്കുന്നതാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് കൂടുതൽ അനുഭവിച്ചത്. എല്ലാരും ഇൻക്ലൂഡിങ് യു എല്ലാരും കടന്നു പോയിട്ടുണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഒന്നുമില്ല. ഇല്ല, ചേട്ടാ, എനിക്ക് ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു, സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ പോലെ. ഈ ട്രെയിലറിൽ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട് അല്ലേ? ആരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ കളക്ഷനിൽ അവൻ മറ്റേ വലിയ ആളുള്ള പോലെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ കൂടിയിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ കാലത്തില് ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഈസിലി കിട്ടുന്നൊരു സംഭവമായിരുന്നില്ല. പിന്നെ നമ്മളെ ഇതിൽ ഈ പറഞ്ഞ പോലെ തൊട്ടുതീണ്ടായ പോലെ തന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിർത്തിയേക്കായിരുന്നു. അപ്പൊ അറിയണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയുന്ന സാധനം അറിയാനായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഇതിൽ പുറകെ പോയി ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര്
ചെയ്തിട്ടുണ്ട്. എത്തിപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ യോഹുവിലേക്ക് വരാം. യോഹാൻ ഷാജോൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു മുഖം നിങ്ങൾക്ക് പുതിയതാണെങ്കിലും ഇദ്ദേഹത്തിന്റെ അച്ഛനെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ ചേട്ടന്റെ മകനാണ്. അല്ല ഞാൻ ഷാജോൺ ചേട്ടന്റെ പേര് കഴിച്ചതാണ്. യോഹുവിന്റെ ഫസ്റ്റ് ഫിലിമാണോ ഇത്? ഫസ്റ്റ് ഫിലിം, അത് ഡെബ്യൂ ഫിലിമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ക്യാമിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും അത് ലേറ്റ് ആയത്? ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണോ? ആയിരിക്കും, അതെനിക്കറിയില്ല. അത് അപ്പോഴാണ് അത് ഇങ്ങനത്തെ ഒരു ടീം കിട്ടിയത് കൊണ്ടായിരിക്കും. ബിക്കോസ് ഇവർ ഓൾസോ ചൈൽഡ് ഫ്രണ്ട്ലി. പിന്നെ ഇതൊരു കിഡ്സ് മൂവി ആണല്ലോ, അതൊക്കെ സ്കൂൾ കാലഘട്ടമല്ലേ കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ അപ്പ പേഴ്സണലി വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് ഈ ഒരു ടീം. അതുകൊണ്ട് ആ ഒരു ടീമില്ലാത്തോട്ട് എന്നെ പറഞ്ഞു അയക്കാൻ അപ്പയ്ക്ക് ഹെസിറ്റന്റ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഒപ്പം ആരുടെ കൂടെ ആയിരുന്നു യോഹാന് കോമ്പിനേഷൻ സീൻ? എനിക്ക് ഞാൻ ഇവൾ ധനുഷ് ഇർഫാൻ ഞങ്ങളെല്ലാരും ഒരു കാലഘട്ടത്തിൽ. ഓ, അപ്പം ലിയോൺ ചേച്ചിന്റെയും കൂടെയും സുചാന്റെ കൂടെ പാസ്റ്റിലായിരുന്നു. ഓക്കെ, ഞാൻ സാധാരണ ഇതേപോലെ എല്ലാ സെലിബ്രിറ്റി കിഡ്സിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അച്ഛൻ ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് ഒക്കെ ഉണ്ടാക്കി ഇടുമ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ആ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് കമ്പാരിസൺ ഒക്കെ നടത്തുമായിരിക്കും. ആ ഒരു ലെവലിലേക്കൊക്കെ എപ്പോഴെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്? ഇപ്പൊ സിനിമ റിലീസ് ആകാൻ പോവാണ്, ജൂലൈ 19-നല്ലേ ഫിലിം റിലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തയുണ്ടോ ഈ അച്ഛന്റെ പെർഫോമൻസ് വെച്ചിട്ട് കമ്പാരിസൺ വരുമോ എന്നുള്ള രീതിയിൽ? അത് മിക്കവാറും ഞാനത് സ്ക്രിപ്റ്റ് തന്നപ്പോ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു. ആ ഒരു അപ്പയുടെ ലെവല് പൊട്ടിക്കണം, അത് കിടന്നു പോകണം എന്നാണ് എന്റെ ഒരു എയിം. പൊട്ടിക്കണം എന്നാണ് എയിം, ജീവിത ലക്ഷ്യം. അല്ല, ഫിലിം ഇൻഡസ്ട്രിയില് അതിനെക്കാട്ടും മുകളിൽ പോണം, അതാണ് ഇപ്പൊ എന്റെ എയിം. അപ്പം ഇതൊക്കെ മേലെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇതൊക്കും മേലെ അത് സബ്ജക്ട് വരുന്നതനുസരിച്ചിരിക്കുമല്ലോ, സിനിമ വരുന്നതനുസരിച്ചിരിക്കും. ഓ, ഇത്ര ചെറിയ പ്രായത്തിൽ എത്ര വിഷണറിയാണ് അല്ലേ? എന്താ ചെയ്യുന്നത്? ലൈക്ക് അപ്പാർട്ട് ഫ്രം മൂവീസ് പഠിക്കുകയാണോ? ഞാൻ പഠിക്കുക, 9th ഇപ്പൊ ഞാൻ. എന്ത് പക്വതയായിട്ടാ സംസാരിക്കുന്നില്ലേ ചേച്ചി? തോന്നിയില്ലേ? തോന്നിയോ? ചേച്ചിയുടെ ഞാനൊന്നും നേരത്തെ ഞെട്ടിയതാ. ഇതിനകത്തെ ചേച്ചി ടീച്ചറാണെന്ന് ഞാൻ ഊഹിക്കുന്നു. പ്രിൻസിപ്പൽ പ്രിൻസിപ്പളാണ്. ലൈക്ക് ബീങ് ആൻ ആക്ടർ നിങ്ങൾക്ക് വരുന്ന ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇന്ന് പോലീസ്, നാളെ ഡോക്ടർ, പിന്നെ ടീച്ചർ, അങ്ങനെ പല 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 ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൗ വാസ് ഇറ്റ് ബീങ് എ ടീച്ചർ? അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഇതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടെ ഷൂട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഇല്ല, നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എക്സ്റ്റെൻഡഡ് ക്യാമിയോ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിന്റെ വളരെ കുറവ് തന്നെയായിരുന്നു. ആൻഡ് മോസ്റ്റ്ലി ഒരു ഈവെന്റും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന അതിലൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് സിജുവും അങ്ങനെ അതായിരുന്നു മേജർ പോർഷൻ. അപ്പോൾ ബാക്കി പ്രിൻസിപ്പൾ ആണല്ലോ, അതിന്റെ കുറച്ച് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. സിൻസ് നിങ്ങൾ രണ്ടുപേരും ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു സിനിമയെ പറ്റിയിട്ട് കുറച്ചും കൂടെ ആധികാരികമായി സംസാരിക്കാനായിട്ട് ശ്രീലക്ഷ്മിക്ക് പറ്റുമായിരിക്കും അല്ലേ? സോ ടെൽ us about the film. ശ്രീചേട്ടൻ പറഞ്ഞൊക്കെ പീസ് ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ കൂടുതൽ അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. അല്ലാതെ മൂവിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ടീമായാലും പ്രൊഡക്ഷൻ, കോസ്റ്റ്യൂം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. രവീഷേട്ടനെ പറ്റി ആണെങ്കിൽ ഡയറക്ഷൻ ആയാലും നമ്മുടെ ഒപ്പം നിൽക്കും, ഭയങ്കര സപ്പോർട്ടീവാണ്. അതേപോലെ തന്നെ എന്ത് ഓപ്പണായിട്ട് നമുക്ക് ചോദിക്കാം, എല്ലാം അതേ കണക്ക് നമുക്ക് പറഞ്ഞു തരും. പിന്നെ യോഹനായാലും ധനുഷിൻ്റെ കൂടെ ചെയ്യുവാണെങ്കിലും ട്രിനിറ്റിയുടെ കൂടെയും ഇവരുടെ കൂടെയും ഒന്നും ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ യോഹൻ, ധനുഷ്, ഇർഫാൻ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. കൂടെ അഭിനയിക്കാനായാലും കംഫർട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും അടിപൊളി സെറ്റായിരുന്നു ഫുള്ള്. മൊത്തത്തിൽ നല്ല ഓൺ ആയിട്ട് പോയൊരു 2 മാസം നമ്മൾ പുതിയ സ്കൂളിൽ പോയി പഠിച്ച് പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് പുതിയ ഫ്രണ്ട്സ്, ഒരു ഫാമിലി മൂഡ് അല്ലെങ്കിൽ പുതിയ സ്കൂളിൽ പോയി പഠിച്ച രീതിയായിരുന്നു. ഈ രവീഷേട്ടന്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ കാണുകയാണെങ്കിൽ കുട്ടികൾക്കും ടീനേജിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കഥ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ജോ ആൻഡ് ജോ അല്ലേ? അപ്പം ഇതും അങ്ങനത്തെ ഒരു ഫിലിം. അപ്പം ചേട്ടനിപ്പം കുറച്ചും കൂടെ ഇവരുടെ ഇടയിൽ ഇത്തിരി സീനിയറായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് പറയണം. അദ്ദേഹത്തിന്റെ ഫിലിംസിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ലൈക്ക് ഓൾ ബൗണ്ട് ടു ലൈറ്റ് ഹ്യൂമർ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഈ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന, ഏത് ആൾക്ക് വന്നിരുന്നു കഴിഞ്ഞാലും ഏത് ലൈമാനും വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി പോകാവുന്ന ഒരു സിനിമ. അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ലൈറ്റ് ഹ്യൂമേഴ്സും ഉണ്ട്. എന്നാൽ നമുക്ക് എന്തൊക്കെയോ ആ സിനിമകളിൽ നിന്ന് എന്തൊക്കെയോ മെസ്സേജസ് കിട്ടുന്നുണ്ട്. ഒരു ടേക്ക് അവേ ഉണ്ടാവുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അതാണോ, അതായത് ഒരു ഹീറോ ലെവലിൽ വേഷങ്ങൾ ചെയ്യുന്ന ചേട്ടൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ, ആ ഒരു കുറച്ച് സമയമായാലും ഒരു സ്ക്രീൻ സ്പേസ് ഉള്ളത് കൊണ്ട്, ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് എക്സാക്ട്ലി വൺ ഫാക്ടർ വിച്ച് ഡ്രോൺ യു ടു ദ ഫിലിം? അല്ല, ഈ സിനിമ ഇപ്പോൾ പറയണമെന്ന് തോന്നുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഞാനും ഈ ഒരു ഫേസിൽ കൂടി കടന്നു വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമ കൂടി, സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കാരണം ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് പറയുന്നതും മെസ്സേജസ് ഇടുന്നതും ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയാണ്. അത് അവരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കൊറേ ബുദ്ധിമുട്ടിട്ടുണ്ടെന്നൊക്കെ. മനസ്സ് തുറന്നു പോകുന്നു. സിജുവിന്റെ അല്ല, എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ചേട്ടന്റെ അല്ലെങ്കിൽ ചേട്ടന്റെ കൂട്ടുകാർ ആരെങ്കിലും ലൈഫിൽ ഇതുകൊണ്ടിട്ടൊക്കെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുള്ള കഥകൾ ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ, ഒരെണ്ണം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലത്തെ പരിപാടി ഉണ്ടായി. ഇങ്ങനെ ഈ നമ്മൾ 1 വീക്കിന് ഒരാൾക്ക് കൊടുത്തു വിടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. റെയർ ആയിട്ടുള്ള ബുക്സ് വന്നു കഴിയുമ്പോൾ 1 വീക്കിലേക്ക് ഒരാൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ദിവസം വീട്ടുകാർ പിടിച്ചു കത്തിച്ചളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത സംഭവമുണ്ട്. കാരണം വീട്ടുകാർ പിടിച്ചിട്ട് അത് കത്തിച്ചളഞ്ഞു എന്ന് പറഞ്ഞു. അവനത് സൂക്ഷിച്ചു വെച്ചേക്ക ഒളിപ്പിച്ച് ഞങ്ങൾക്ക് പോലും തരാതെ. അങ്ങനത്തെ കുറച്ച് സെൽഫിഷ് ബ്ലഡ് റാസ്കൽസ് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം യോഹൂൻ എക്സാക്ട്ലി എന്താണ് ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഡ്രോ ചെയ്തത്? അച്ഛൻ തന്ന ഒരു വിശ്വാസമായിരുന്നു യു ഡു ദിസ് എന്നുള്ളൊരു കാര്യമായിരുന്നു? അതാണ്. പിന്നെ എന്താ, ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കുറെ കോൺട്രവേഴ്സി ഉണ്ടാവുമെന്ന് എനിക്ക് അന്നേ തോന്നി. സോ ബട്ട് സ്റ്റിൽ ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ഐ ലവ് ആക്ടിങ്. സിനിമയുടെ അകത്തുള്ള ആ ഒരു അട്രാക്ഷൻ കാരണം ഐ ഡിഡ് ഇറ്റ്. What is that one point which attracts you towards film? എന്താണ് അച്ഛൻ്റെ ആ ഒരു സർക്കിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഫെയിം ആൻഡ് എവറിതിങ്? എന്താണ്? എല്ലാം ഫുൾ പാക്കേജ്, ഫെയിം, ഫ്രണ്ട്സ്, എല്ലാം, കോൺടാക്ട്സ് എല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛനായിരിക്കില്ലേ ലൈഫിൽ ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് ഇൻഡിവിജ്വൽ ചോദിച്ചു കഴിഞ്ഞാൽ? അതെവിടെ പോയാലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാണ്ട് വേറെ 6 പേര് പറയാനാ. ബിക്കോസ് ഇപ്പൊ ഒരാള് ഒരു ഹീറോ ആയിട്ട് വെക്കണമെങ്കിൽ ഐ നീഡ് ടു നോ ദാറ്റ് പേഴ്സൺ. നോ, പുള്ളിക്കാരന്റെ ക്യാരക്ടർ എങ്ങനെ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇതൊക്കെ അറിഞ്ഞേക്കണ്ടേ. എന്റെ അച്ഛനായതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാലോ. സോ ഹി ഈസ് ദ ഹീറോ. ഞങ്ങൾക്ക് ഷാജൻ ചേട്ടനെ ഒരു ആക്ടർ എന്നുള്ള നിലയിലാണ് അറിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം യോഹുനായിരിക്കും ആ ഒരു ഫാദർ എന്നുള്ള ഓൺലി യുനോ. ഒന്ന് പറയൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫാദറായിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ സന്തോഷത്തിനൊക്കെ കാണുന്ന കലാഭവൻ ഷാജോൺ അങ്ങനെയാണ് അപ്പ. ഹീസ് വെരി ഫ്രീ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ് കലാഭവൻ ഷാജോൺ. ഭയങ്കര ലവിങ് ആണ്. പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലല്ലോ പറയാൻ. ഹീസ് എ ടിപ്പിക്കൽ ഫാദർ. ആണല്ലേ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലത്ത് സ്ട്രിക്റ്റ് ആവും, സ്ട്രിക്റ്റ് ആവേണ്ടാത്ത സ്ഥലത്ത് ആവൂല. അങ്ങനെയാണ്. ഇപ്പൊ എനിക്കിപ്പോ പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ നല്ല റിസ്ക് ഉണ്ടെങ്കിൽ അപ്പൊ സമ്മതിക്കൂല. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അപ്പയ്ക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് അപ്പൊ സമ്മതിക്കും. അങ്ങനെയാണ് കയറിയത്. അപ്പം സിനിമ കുഞ്ഞിലേ തൊട്ട് കാണുന്നത് സിനിമയാണ്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ മകനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ലൈക്ക് ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് സിനിമ. അപ്പം ഇതിനകത്തേക്ക് വരാനായിട്ട് ഡെഫിനറ്റ്ലി വരുമ്പോഴത്തേക്ക് എൻ്റെ പെർഫോമൻസ് നല്ല ഇതാകണം എന്നുള്ളൊരിത് കുഞ്ഞിലേ തൊട്ടിട്ട് ആ ഒരു പ്രഷർ ഉള്ളിലുണ്ടാകുമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല? ഞാൻ ഇതുവരെ ഒരു ആക്ടിങ് ക്ലാസ്സിന് പോയിട്ടില്ല. പോണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറയുമായിരുന്നു പോണം ഈ കരിയർ എടുക്കാൻ വന്നെങ്കിൽ പോണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ല. അതിപ്പോ ഓഡീഷന് പോയപ്പോഴും അപ്പയ്ക്ക് ഇതിനകത്തൊരു റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഹി കുഡന്റ് ഡു ഇറ്റ്. ഡേറ്റ്സ് ക്ലാഷ് ആയി. സോ രവി ചേട്ടനെ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു, ഇവന്റെ ആക്ടിങ് നിങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുക, എൻ്റെ മോനായതുകൊണ്ട് എടുക്കണ്ട, ചെയ്യിപ്പിച്ച് നോക്കുക, നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഓഡീഷന് പോയപ്പോഴാണ് ഞാൻ ലച്ചുവിനെയും ധനുഷിനെയും ഇർഫാനെയും ഒക്കെ അവിടെ വെച്ചാണ് കാണുന്നത് ഞാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ ഓഡീഷൻ ചെയ്തിട്ടാണ് പിന്നെ സിനിമയിലോട്ട് കയറിയത്. വിളിച്ച് പറഞ്ഞു സെലക്ട് ചെയ്യാൻ.
ഇപ്പം സിജുചേട്ടനൊക്കെ ഇവരുടെ പഴയ ടീനേജിലെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഓരോന്ന് പൊക്കിയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് നോട്ട് ദിസ്, ലൈക്ക് ലീവ് ദിസ്, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഷാജോൻ ചേട്ടൻ വഴക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, മേ ബി ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ ചേച്ചി വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുന്നത്? ഞാൻ ചെയ്തിട്ടില്ലേ? മോഡലിലൊക്കെ മാർക്ക് പറയുമ്പോൾ ഞാനൊന്നും വീട്ടിൽ കാണിച്ചിട്ടില്ല, മോഡലല്ലേ എന്ന് വിചാരിച്ചിട്ട്. കാരണം അതിലൊന്നും സൈൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സൈൻ ഇടുക, അതൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ചേച്ചി അത് ചെയ്തിട്ടില്ലേ? സ്കൂളിൽ പഠിക്കാൻ പോയിട്ടില്ല, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ചേട്ടൻ അതൊക്കെ ചെയ്തോണ്ട് എനിക്ക് ചെയ്തു തന്നിട്ടില്ല. ശരിക്കും ചേച്ചി അതൊന്നും ചെയ്ത് ചേച്ചി ഒരു കള്ളത്തരം ചെയ്തിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ? കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും. പിന്നെയും മറ്റേ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലല്ല. പക്ഷെ അത് ഗ്രൂപ്പായിട്ട് എല്ലാരും കൂടി പോകുമ്പോ വീട്ടില് കൊറേ പേരുണ്ടമ്മ, എല്ലാവരും ഉണ്ടമ്മ. ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് എല്ലാരും കൂട്ടിട്ട് പോവാ. സ്കൂളിൽ പഠിക്കുമ്പോ നീ അങ്ങനെ ആയിരുന്നില്ല അല്ലേ? ബോയ് ഫ്രണ്ട് ഒറ്റയ്ക്ക് വരും, പക്ഷെ പെൺകുട്ടികൾ പൊതുവെ കൂട്ടത്തോടെ. ഫ്രണ്ടിനെ കൂട്ടിയിട്ടായിരിക്കും അന്ന് ശ്രുതി ചേച്ചി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല. എന്താ ചേച്ചി ശ്രുതി ചേച്ചി അല്ലായിരുന്നു. ശ്രുതി ചേച്ചി നീ അടുത്താണല്ലോ. ഓ അങ്ങനെ ഇത് റേന്നല്ലേ? അല്ല, ഈ ഒരു കാര്യം ഒരു യൂണിവേഴ്സൽ നുണയാണ്. അതെ, പിന്നെ ഫോൺ വിളിക്കുമ്പോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മറ്റേ ഫ്രണ്ട് വിളിച്ചിട്ട് ആദ്യം അവന് കൊടുക്കാട്ടാ, അതുമാതിരി എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ എല്ലാം വന്നത് ഇങ്ങോട്ടേക്കാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഷാജോൻ ചേട്ടൻ ഇതേപോലെ ഭയങ്കരമായിട്ട് നോ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ടെസ്റ്റ് പേപ്പർ മാർക്ക് ലോ ആയിട്ടുള്ള എക്സാമിൽ അത്യാവശ്യം ഉണ്ട്. ടെസ്റ്റ് പേപ്പറിൽ ക്ലാസ്സസിലൊക്കെ മാർക്കിലോട്ട് ഞാൻ സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അമ്മ പൊക്കിയിട്ടുമുണ്ട്. അച്ഛൻ അമ്മ നോക്കുമ്പോഴത്തേക്ക് അമ്മയാണോ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോകണം എന്നൊക്കെ? അതെ, അമ്മ സെറ്റിലായിരുന്നെങ്കിലും അമ്മയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക. അപ്പ ബിസി ആയിരിക്കുമല്ലോ, അമ്മയാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഈ അമ്മ തന്ന പോലത്തെ ഉള്ള ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഷാജോൻ ചേട്ടൻ യോഹിന് വേണ്ടിട്ട് അങ്ങനെ തരാറില്ല? ലൈക് ജസ്റ്റ് ലിവ് യുവർ ലൈഫ് എന്നുള്ളത്. അമ്മ എന്ന് പറഞ്ഞാ ഒന്നെങ്കിൽ ചില സമയത്ത് വഴക്കായിരിക്കും, ചില സമയത്ത് ഉപദേശമായിരിക്കും. അപ്പാന്ന് പറഞ്ഞാൽ വഴക്ക് കുറവാകും, മിക്കതും ഉപദേശം. അതെന്ന് വെച്ചാ അപ്പ ഇസ് ലൈക്ക് നീ സിനിമയൊക്കെ എടുത്തോ, അപ്പൊ തന്നെ അതിന്റെ ഒപ്പം പഠിപ്പും നടക്കണം, അല്ലെങ്കിൽ നീ സിനിമയ്ക്ക് പോകണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? അല്ല, അമ്മ ഇസ് ലൈക്ക് എല്ലാ ഡീറ്റെയിലും പറയും, അപ്പ ഫുൾ സാധനം ഒരുമിച്ചങ്ങ് പറയും. അങ്ങനെ ഒരിതാണ് പോകുന്നത് എന്നല്ലേ? ഓൾ റൈറ്റ്. ഇനി ശ്രീലക്ഷ്മി കുറച്ച് നേരമായിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങള് വരനില് ഒരുമിച്ച് അഭിനയിക്കുമ്പോ കൊച്ചു കുട്ടിയായിരുന്നു. 6ാം ക്ലാസ്സിൽ. ഇപ്പൊ എത്രയാണ്? +2. എൻ്റെ അടുത്തേക്ക് ഇന്റർവ്യൂവിലേക്ക് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി വരുന്നുണ്ട്, വെള്ളത്തിലൊക്കെ ആ കുഞ്ഞു മോളാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ കുട്ടി മോളേതൊരു ഒരു വലിയ നായികയായിരിക്കും. വെള്ളം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് പാക്കപ്പ് ആയപ്പോ തന്നെയാണ് വരേണ്ട ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എത്ര വർഷമായി? അത്രയും വർഷമായിട്ടുണ്ട്. ഇപ്പൊ 15 മൂവി അഭിനയിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേച്ചേട്ടനെ ഞാൻ ഇങ്ങനെ കണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, കണ്ടപ്പോൾ തൊട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അപ്പോഴത്തേക്കും പല 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 ഡ്യൂറേഷൻസ് ആണ്. ചിലതിൽ ഞാൻ അങ്ങനല്ല, ചിലതിലൊക്കെ നരയുണ്ട്, ചിലതിലൊക്കെ ഡൈ ഒക്കെ ചെയ്തു. ഇല്ല, പല പല ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എങ്ങനെ പലതും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എൻ്റെ കുഞ്ഞിലുള്ള ഫോട്ടോസും ഉണ്ട്. പിന്നെ നമ്മൾ സമാധാന പുസ്തകത്തിന്റെ ഏതോ ഒരു ഷൂട്ടിന് വന്നപ്പോൾ എടുത്ത ഫോട്ടോയുണ്ട്. നിങ്ങളുടെ ഷൂട്ടിന്റെ ടൈമിൽ ഞാൻ വന്നു. ഈ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് വലുതാവണായിരുന്നു. അതല്ലേ മറ്റേ വെള്ളത്തിലൊക്കെ ഞാൻ ചെറുതായിരുന്നു പറയുമ്പോഴത്തേക്ക് ഇത്ര പെട്ടെന്ന് കുട്ടി വലുതായി. വർഷമായില്ലേ? ഇപ്പൊ ഞാൻ വളരണ്ടേ? അത്രയും വർഷമായി. ഞങ്ങൾ അതുപോലെ തന്നെ അന്ന് കണ്ട അതുപോലെ വളരൂ. ഇനിയിപ്പോ മറ്റേ താടി നരയൊക്കെ വരുമെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി വളരണ്ടേ? അതെ, ഇനി നാളെ നമുക്ക് ശ്രീചേട്ടന്റെ നായികയെ അഭിനയിക്കണം. കുട്ടിക്ക് അല്ലേ? അവളെ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളത്. അപ്പൊ ഞാൻ അമ്മേ ലിയോണെന്റെ അമ്മയും ശ്രീലക്ഷ്മിയുടെ ക്യാരക്ടറിനെ പറ്റിട്ട് നമുക്ക് കേൾക്കാം. ക്യാരക്ടറിന്റെ പേര് ഇന്ദു എന്നാണ്. ധനുസിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അല്ലെങ്കിൽ ധനുസിനെ നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പാസ്റ്റിലുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ളൂ. ഇന്ദു എന്നാണ് ക്യാരക്ടറിന്റെ പേര്.
കൂടുതൽ പറഞ്ഞ രവീഷേട്ടൻ തന്നെ പുറത്താണ്. ആദർശ് എന്ന് പറയുന്നതിന്റെ ആ ആദർശ് crush അല്ലേ മാധവന്റെ ഒരു അതെ അതെ അതെ. ആ ട്രെയിലറിൽ ഒരു അടി കൊടുക്കുന്നത് അത് സിനിമ കാണും അപ്പൊ മനസ്സിലാവില്ല കാരണം എന്താണെന്ന്. ദാറ്റ്സ് യു. യെസ്. ഓക്കെ. അടി കൊടുത്തതിന്റെ റീസൺ നമുക്ക് അറിയണ്ട, പക്ഷെ അത് ഷൂട്ട് ചെയ്തപ്പോ ശരിക്കും അടിച്ചോ ആ ഒരു സംഭവം? ഞാൻ ആദ്യമേ എനിക്ക് ഇല്ല ഇവനൊരെണ്ണം കൊടുക്കണം എന്നുണ്ടായി. അല്ല ഒരെണ്ണം കൊടുക്കണമെന്നുണ്ടായി എനിക്ക്. എനിക്ക് അങ്ങനല്ല, ഇവന്റെ കയ്യിലെ ഫോൺ എപ്പോഴും എപ്പോഴും എന്റെ കയ്യിലായിരിക്കും. അപ്പൊ ലൂഡോ കളിച്ചിട്ട് ഒരു സമയം ഇങ്ങനെ തോറ്റിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ എന്നെ കുറെ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കും എന്തെങ്കിലും പറഞ്ഞിട്ട്. കളിയാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു രീതി ഇരിക്കണായിരുന്നു. അങ്ങനെ രവീഷേട്ടനെ ഈ ഷൂട്ടിന് വിളിച്ചു, നീ അടിച്ചോളാൻ പറഞ്ഞു. അടിക്കാൻ അങ്ങനെ പാടില്ലല്ലോ, ഞാൻ പതിയെ അടിച്ചു. എടി ഇതിൽ അറിയണം, അതൊരു ഫീല് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു അടി കൊടുത്തു. ശരിക്കും കൊടുത്തു? ആ നല്ലോണക്ക് കൊടുത്തു. അപ്പോഴവനാണെങ്കിൽ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ശരിയായിട്ടില്ല. രണ്ടാമത്തെ വീണ്ടും കൊടുത്തു, പക്ഷെ രണ്ടാമത്തെ ടേക്കിൽ ശരിയായി. എനിക്ക് ഒന്നും കൂടി കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നെ അല്ല അടിച്ചേ പക്ഷെ ഇവ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു, എടി പതിയെ മതിയായിരുന്നു. ആണോ? പക്ഷെ നിന്റെ എക്സ്പ്രഷൻ നിന്നെ അടിച്ചത്. എന്നെ അല്ല അടിക്കുന്നത്, ഞാൻ അവിടെ കൂടി ഉണ്ടല്ലേ? നല്ല കണക്കിനോട് കൊടുക്കുന്നുണ്ട്. നല്ലോണം കൊടുത്തു. രവീഷേട്ടൻ വന്നിട്ട് എന്നത് പറഞ്ഞു ഓൾറെഡി, പതിയെ അടിക്കാൻ നിൽക്കരുത്, കാരണം ആ ഒരു ഫീല് വരണം, നല്ല ഊക്കി കൊടുത്തോളാൻ പറഞ്ഞു. എന്തായാലും സിജുചേട്ടന്റെ നായികയായി അഭിനയിക്കണം എന്നാണ് ശ്രീലക്ഷ്മിന്റെ ആഗ്രഹം. അപ്പൊ സ്ക്രിപ്റ്റ് വരുമ്പോ ആദ്യമേ നോക്കുക അടിയുണ്ടോ എന്നുള്ള. ഈ അടിക്കുന്ന സീൻ അങ്ങനെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എന്നെ വിളിച്ചത്, അതും കറക്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾ ചെറിയൊരു വഴക്കിന്റെ രീതി കൊടുത്തോളാം പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ ക്യാമറയുടെ പുറകിലുള്ള സാധനം ക്യാമറയുടെ അകത്ത് കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ദേഷ്യം കൂടിയിരുന്നെങ്കിൽ കുറച്ച് ദേഷ്യം കാരണം കുഴപ്പമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അടിക്കാൻ പറഞ്ഞ സമയത്ത് പതിയാണ് അടിച്ചത്. അപ്പോഴാണ് രവീഷേട്ടൻ പറഞ്ഞു വേണ്ട വേണ്ട, ഇത് അത്രയ്ക്ക് ഇതൊന്നും വേണ്ട, നല്ല രീതിയിൽ കൊടുത്തോ, ഫീലിംഗ് വരണോന്നൊക്കെ. അങ്ങനെ നല്ലോണം കൊടുത്തു. അത് ആ ഒരു ഇതിനകത്ത് ആ ഒരു ഒറിജിനൽ പഞ്ചോട് കൂടി ട്രെയിലർ അവനും പറഞ്ഞു തന്നോളാൻ പറഞ്ഞു. അങ്ങനെ നല്ല 2 എണ്ണം കൊടുത്തു. എന്നാ ഓക്കെ. അങ്ങനെ എന്തായാലും ഭയങ്കര രസമായിരുന്നു സംസാരിച്ചിരിക്കാനായിട്ട്. ജൂലൈ 19 സിനിമ വരുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണട്ടെ. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക കാണാൻ പറ്റിയ ഒരു സംഭവമായിരിക്കും. ബിക്കോസ് വി ഹവ് നെവർ ലിവ്ഡ് ഇൻ ദാറ്റ് എറ. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു നൊസ്റ്റു ആയിരിക്കും പടം എന്തായാലും. അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് ആവട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. മാൻ, ഐ വോണ്ട് സീ യു ഗോയിങ് ഹൈറ്റ്സ് എന്തായാലും ഇനി കേട്ടോ. അപ്പം അച്ഛനെ പൊട്ടിക്കുമ്പോ എനിക്ക് കാണണം. അയ്യോ ഷാദുചേട്ടൻ ഇനി അടുത്ത ഇന്റർവ്യൂ എന്റെ അടുത്ത് ചോദിക്കും എന്റെ മകനെ എന്നുള്ളൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടല്ലേ നീ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലോയിഡ്. സീ യു.